ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ഫിൽമി ബീറ്റ് മലയാളം. അപ്പോൾ ആദ്യം തന്നെ പറയാം, എല്ലാ ഫിൽമി ബീറ്റ് ആരാധകർക്കും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫിൽമി ബീറ്റ് മലയാളത്തിൻ്റെ 1000 വാലന്റൈൻസ് ഡേ ആശംസകൾ. അപ്പോൾ ഇന്നാണ് ഫെബ്രുവരി 14. നമ്മൾ മലയാളി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു അഡാർ ലവ് ഇന്നാണ് റിലീസിനെത്തത്. മലയാളി പ്രേക്ഷകർ മാത്രമല്ല, ഈ സിനിമ 4 ഭാഷകളിലായിട്ടാണ് എന്തായാലും ഇറങ്ങുന്നത്. ഇതും മലയാള സിനിമയ്ക്ക് ഒരു റെക്കോർഡാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഏകദേശം ഒരു വർഷത്തോളമായിട്ട് വാർത്തകളിൽ നിറഞ്ഞു വന്നിരുന്ന ഒരു അഡാർ ലവ് എന്നൊരു ചിത്രം, ഒരു ഒമർ ലുലുവിൻ്റെ ഒരു അഡാർ ലവ് എന്നൊരു ചിത്രം ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. എന്തായാലും 10 മണിക്കാണ് ആദ്യ ഷോ തുടങ്ങുക. അത് കഴിയുന്നതോടുകൂടി സിനിമ എങ്ങനെയുണ്ട് എന്ന വിവരങ്ങൾ ലഭ്യമായി തുടങ്ങും. എന്തായാലും നമുക്കറിയാം, ഒരു റെക്കോർഡ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഇന്ന് തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നത്. ലോകത്തെമ്പാടുമായി 2000 തിയേറ്ററുകളിലാണ് ഈ സിനിമ ഇന്ന് റിലീസിനെത്തിയിരിക്കുന്നത്. ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം ആ ഒരു റെക്കോർഡ് സ്വന്തമാക്കുന്ന ഒരു സിനിമയാണ് അഡാർ ലവ് എന്ന് പറയുന്നത്. എന്തായാലും താരതമ്യേന ചെറിയ ബഡ്ജറ്റിൽ ഒരുക്കിയ ഒരു സിനിമ ഇത്രയേറെ ഭാഷകളിൽ റിലീസ് ചെയ്യുന്നത് മലയാള സിനിമയ്ക്കും അഭിമാനമാണ്. സിനിമയുടെ കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഒരു ടീനേജ് ലവ് ആണ് സിനിമ എന്ന് നമ്മൾ അറിയുന്നു. നേരത്തെ ഇറങ്ങിയ പാട്ടുകളൊക്കെ ശ്രദ്ധേയമായിരുന്നു. എന്തായാലും ആദ്യത്തെ പാട്ട് കാരണമാണല്ലോ ഈ ഒരു സിനിമയ്ക്ക് ഇത്ര ഹൈപ്പും അതുപോലെ തന്നെ പ്രിയ വാര്യരും റോഷനും ഒക്കെ ഇത്രയേറെ ഫേമസ് ആയതും. എന്തായാലും രണ്ടാമത്തെ ഫ്രീക്ക് പണിന് ഡിസ്ലൈക്കുകളായിരുന്നു, ഡിസ്ലൈക്കുകളുടെ പെരുമഴയായിരുന്നു. പക്ഷെ സത്യം പറയല്ല, ആ പാട്ട് തെലുങ്കിലും കന്നഡയിലും കേട്ടപ്പോൾ, കന്നഡ അത്ര വരില്ല, തെലുങ്കിൽ കേട്ടപ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നി ആ ഒരു സ്റ്റൈലും താളവും എല്ലാം. എന്തായാലും തെലുങ്കിൽ ഈ പാട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, മലയാളത്തിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം എന്തായിരിക്കും ആ ഒരു സിനിമ എന്താണെന്ന്. എന്തായാലും ലോകത്തെമ്പാടുമായി 2000 തിയേറ്ററുകളിൽ അഡാർ ലവ് ഇന്ന് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇന്ത്യയിലെ കണക്കിനെ നോക്കുകയാണെങ്കിൽ തെലുങ്കിലാണ് ഏറ്റവും കൂടുതൽ റിലീസ്. 400 തിയേറ്ററുകളിലാണ് തെലുങ്കിൽ അതിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കർണാടകത്തിലാണെങ്കിൽ 250 തിയേറ്ററുകളാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ 300 തിയേറ്ററുകളാണ് കിട്ടിയിരിക്കുന്നത്. 4, 3, 7 ബാക്കി തിയേറ്ററുകൾ കേരളത്തിൽ. അങ്ങനെ മൊത്തം ഇന്ത്യയിൽ മൊത്തം 1200ഓളം തിയേറ്ററുകളാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ പ്രണയിതാക്കൾ അല്ലെങ്കിൽ കാമുകന്മാരെല്ലാം അഡാർ ലവിന് പോകുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. കാരണം നമുക്കറിയത്തില്ല എന്തായിരിക്കും എന്നുള്ളത്. എന്തായാലും ഇന്ന് സിനിമ ഇറങ്ങിയാണ്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് ഇതിൽ പലരും സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എല്ലാ സിനിമ ഇറങ്ങുന്നതിന് മുമ്പും നമ്മൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്യാറുണ്ട്, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. വീണ്ടും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്താകരുത്. പ്രത്യേകിച്ച് അഡാർ ലവിന് ഒരുപാട് ഡീഗ്രേഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വളരെ മോശം രീതിയിലുള്ള കമൻസും അതുപോലെ തന്നെ ഡീഗ്രേഡിങ്ങുമാണ് ഈ സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സംവിധായകൻ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ചങ്ക്സ് അതുപോലെ തന്നെ ഹാപ്പി വെഡ്ഡിംഗ് എന്നീ സിനിമകൾക്ക് ശേഷം ഒമർ ലുലു സംവിധാനം ചെയ്ത് മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അഡാർ ലവ് എന്നൊരു അഡാറു പടം ഇന്നാണ് ഇറങ്ങുന്നത്. ഈ പടം അഡാറാണോ അതല്ല ദുരന്തമാണോ എന്ന് സിനിമ കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഇപ്പോൾ സമയം ആയില്ല, 10 മണിക്കാണ് ഇവിടെ ഫസ്റ്റ് ഷോ. ഞാനും ഏതായാലും പോകുന്നുണ്ട്. സിനിമ കണ്ട് ഒരു അഡാർ റിവ്യൂമായിട്ട് ഞാനും വരാം. അപ്പോൾ അതുവരെ അഡാർ ലവിൻ്റെ ഒരു അഡാർ റിവ്യൂമായിട്ട് വരുന്നോടും വരെ കാത്തിരിക്കുക. ഒന്നും കൂടെ പറയുന്നു, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, പടം എങ്ങനെയുണ്ട് മച്ചാനെ എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ട് എന്ന വിലയേറിയ കമൻറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും വരാം, റിവ്യൂമായിട്ട് ഉടനെ വരാം. ഫിൽമി ബീറ്റ് മലയാളം.